നമസ്കാരം. മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ. ഭൂമിയെപ്പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ടാകും. അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ജീവൻ്റെ സാന്നിധ്യം ഭൂമിയിൽ അല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലർ നാം വിചാരിക്കുന്നതിലും ദുർബലരും, ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനാണ് സാധ്യത. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്. അന്യഗ്രഹ ജീവികൾ എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നതിൻ്റെ നിഗൂഢത ഇതുവരെയും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അർത്ഥമില്ല. നിരവധി ആളുകൾ പറക്കം തളികകളെയും അന്യഗ്രഹ ജീവികളെയും കണ്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രം. നിരവധി വീഡിയോ ഫുട്ടേജുകൾ യൂട്യൂബിൽ തന്നെ ലഭ്യവുമാണ്. എന്നാൽ ഇവ ആധികാരികമല്ല എന്ന് മാത്രം. നമുക്കെല്ലാം അറിയുന്നത് പോലെ അന്യഗ്രഹ ജീവി സാന്നിധ്യം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അമേരിക്കയിലാണ്. അതിൽ ഏറെ പ്രശസ്തം അമേരിക്കയിലെ ലോസ് വെഗാസിനടുത്ത് നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ 51 എന്ന പ്രദേശമാണ്. പറക്കം തളികകളുടെയും ദുരൂഹതകളുടെയും പേരിൽ ഏറെ പ്രശസ്തമാണ് ഈ സ്ഥലം. ഒരു കാലത്ത് കഥകളിൽ മാത്രം കേട്ടിരുന്ന ഈ പ്രദേശം ഒരു മിത്ത് എന്ന നിലയിൽ മാത്രമായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഏരിയ 51 എന്ന ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബേസ് ക്യാമ്പിൻ്റെ ഭാഗമാണ് ഇതെന്നുമാണ് അമേരിക്കൻ ഗവൺമെൻറ് 2013 ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 1947 ഒരു അജ്ഞാത വസ്തു ആകാശത്ത് നിന്നും തകർന്നു വീണപ്പോൾ മുതലാണ് ഏരിയ 51 കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുവാൻ ആരംഭിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ് ശേഖരിച്ചു കൊണ്ടുപോയ അജ്ഞാത വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് ഒരിക്കലും വെളിച്ചം കണ്ടില്ല. ആ വസ്തുക്കൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉത്തരം നൽകാൻ അവർ തയ്യാറായിട്ടുമില്ല. പിന്നീട് രാത്രിയിൽ വട്ടമിട്ട് പറക്കുന്ന വിവിധ രൂപത്തിലുള്ള പേടകങ്ങളെ അവിടെ ആളുകൾ കാണുവാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതൊന്നും നിഷേധിക്കുവാൻ അമേരിക്കൻ ഗവൺമെൻറ് തയ്യാറാകാത്തതും ഏരിയ 51 ജോലി ചെയ്തിരുന്ന ചില ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളും കഥകളുടെ വിശ്വസനീയത ഉയരുവാൻ കാരണമായി. എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ കെട്ടുകഥകൾ മാത്രമായി ഒതുങ്ങി. ഇപ്പോൾ പറക്കം തളിക അല്ലെങ്കിൽ UFOയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെൻറ്റഗൺ. ന്യൂയോർക്കിന് സമീപം അജ്ഞാത പേടകത്തിൽ ഇടിക്കുന്നതിൽ നിന്നും യാത്രാ വിമാനം ഒഴിവായി പോയത് തലനാരിഴയ്ക്കാണെന്നാണ് പെൻറ്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. ഈ അപകടത്തിന് ശേഷം വിമാനത്തിലെ ജീവനക്കാർ വിഷയം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചു. എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏത് വിമാനമാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന വിഷയവും അജ്ഞാതമായി തുടരുന്നു. അജ്ഞാത പേടകങ്ങൾ ഉൾപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അമേരിക്കൻ ഏജൻസിയായ ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ആണവ ഇൻഫ്രാസ്ട്രക്ചർ ആയുധ ലോഞ്ച് സൈറ്റുകൾക്കടുത്ത് 18 സമാന സംഭവങ്ങൾ നടന്നതായും ഏജൻസി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത 20 സംഭവങ്ങൾ തങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് പെൻറ്റഗൺ വ്യക്തമാക്കിയിരുന്നു. പല സംഭവങ്ങളും ഭൗതികശാസ്ത്ര എഞ്ചിനീയറിംഗ് നിയമങ്ങൾക്കും അപ്പുറമാണെന്നും എന്നാൽ ഇതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ് എന്നതിന് യാതൊരു തെളിവുമില്ലെന്നും പെൻറ്റഗൺ അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.